ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല ആണേലൊരു മുടിയുമില്ല. കണ്ടോ നിനക്ക് ദേഷ്യം? വെയിറ്റ് ഇപ്പൊ കാണിച്ചു തരാം. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. എന്ത് പറ്റിയെന്ന് റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. വണ്ടി എടുക്കട്ടെ മോളെ. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. ഇപ്പൊ മനസ്സിലായോ? When caste hates meets real talent. അത് തന്നെ, മതവിദ്വേഷമുള്ളവർക്ക് അവന്റെ പേനാത്തുമ്പിൽ നിന്ന വരികളെ വളരെ പേടിയാണ്. അവർ പറയുന്നത് റാപ്പ് സംഗീതം അവർക്കുള്ള കലാരൂപമല്ല, ദളിതർ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ അവർക്കുള്ള കലാരൂപം മറ്റേതൊക്കെയോ രൂപങ്ങളാണെന്ന്. അത് ഏതൊക്കെ രൂപങ്ങളാണെന്ന് ഭവതി തന്നെ വിശദീകരിച്ചു തരട്ടെ. പക്ഷെ റാപ്പ് സംഗീതം എന്താണെന്ന് ഉള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കലാരൂപമല്ല റാപ്പ് എന്ന്. Your caste logic is outdated as your mindset. അതെ, നിങ്ങളുടെ ചിന്താഗതി പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തുപ്പിയ ആ ജാതി ഭ്രാന്ത് പോലെ തന്നെ. എന്താണ് റാപ്പ് സംഗീതം? അത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു. 1970-കളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വായ്മൊഴിയായി രൂപപ്പെട്ട ഒരു കലാരൂപമാണ് ഹിപ്പ് ഹോപ്പ് സംഗീതം അഥവാ റാപ്പ് എന്നുള്ളത്. ഓക്കെ, 1980s ഇത് ന്യൂയോർക്കിലേക്ക് വരികയും അവിടെ വെച്ചത് ഗോൾഡൻ ഏജ് ഓഫ് റാപ്പ് സംഗീതം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ആണ് കേരളത്തിലേക്ക് വരികയും. അപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിൽ ജന്മം കൊണ്ട ഒരു കലാരൂപമാണോ റാപ്പ് സംഗീതം? ഒരിക്കലുമല്ല. അത് അടിച്ചമർത്തപ്പെട്ടവന്റെയാണ്. ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടവന്റെയാണ് നമുക്ക് നോക്കിയാലോ? Racism, inequality, police brutality, systemic injustice. അതെ, വ്യവസ്ഥാപിത അനീതി, വംശീയത, അസമത്വം, കൂടാതെ പോലീസുകാരുടെ അഴിഞ്ഞാട്ടം. നമ്മളിപ്പോ മുത്തങ്ങ പോലുള്ള പല സംഭവങ്ങളിലും കണ്ടതാണ്. നരിവേട്ട എന്ന സിനിമയിലൂടെ നല്ല വ്യക്തമായിട്ട് നമുക്ക് ആ കഥ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതുപോലുള്ള അനീതികൾക്ക് എതിരെ പോരാടുമ്പോൾ ഉണ്ടാകുന്ന സംഗീതത്തെയാണ് റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ആരെയും ജനിച്ചപ്പോൾ ഉരുവാക്കപ്പെട്ടതോ അല്ല റാപ്പ് സംഗീതം. അടിച്ചമർത്തപ്പെട്ടവന്റെ ശ്വാസത്തിൽ നിന്ന് ഉരുവായ സംഗീതമാണ് റാപ്പ് മ്യൂസിക്. voice of voiceless. അതെ, ശബ്ദമില്ലാത്തവന്റെ ശബ്ദം. അത് തന്നെയാണ് റാപ്പ് മ്യൂസിക്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്ത്രീക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അല്ലാണ്ട് ഒരു വ്യക്തിയെ കല്ലെറിയും മുമ്പ് നിങ്ങൾ ആലോചിക്കുക അതിന്റെ ഉത്ഭവം എന്താണെന്നുള്ളത്. ആദ്യമേ ഒരു പൊതുവേദിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പറയുക. ഇത് ഒരു ക്രിറ്റിസിസമായി നിങ്ങൾ കരുതണ്ട, പകരം ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ഇത് കൂടാതെ ഒരു ചേച്ചിയുണ്ട്, നിനക്ക് കാണണ്ടേ? ഇനി വേറൊരു ചേച്ചി കൂടിയുണ്ട്. ആ ചേച്ചിയെ അട്ടപ്പാടിയിൽ മധു വിശന്ന് വലഞ്ഞ് ആ മധുവിന്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടത്. വണ്ടി എടുക്കട്ടെ മോളെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ ഒരു സമാജത്തെ തമ്മിൽ അടുപ്പിക്കുകയല്ല ചെയ്യണം. റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകിയ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ച് BJP സംസ്ഥാന നേതൃത്വം. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. His poem come from pain, not from keyboard comfort. എന്താ സംഭവിച്ചെന്നറിയാമോ? ചേച്ചി ഒന്ന് ഫെയിം ആകാൻ നോക്കിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ, നിന്നിടം കുഴിച്ചതുപോലെ ആയിപ്പോയി. ചേച്ചീനെ കൂടെ ഉണ്ടായിരുന്നവര് തള്ളി. അയ്യോ. അതുപോലെ ചേച്ചിനെ ഞങ്ങളൊരു കാര്യം ഓർമ്മിപ്പിച്ചു തരാം. അതൊന്ന് ചേച്ചി കേട്ടിരിക്കേണ്ടത് നല്ലതാണ്. നീ പറഞ്ഞോ. Article 19(1)(a) of Indian Constitution. Every citizen of India has freedom of speech and expression. സോ അതിന്റെ മലയാളവൽക്കരണം ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെ, ഒരു ഇന്ത്യൻ പൗരന് അവന്റെ സ്വാതന്ത്ര്യമാണ് അവൻ എന്ത് പറയണമെന്നുള്ളത്, അവന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. അത് മറ്റുള്ളവരെ ഹനിക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ മാന്യമായ ഭാഷയിൽ അവന്റെ വാക്കുകൾ കൊണ്ട് അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, അവന്റെ വേദനകൾ, അവന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ എവിടെയൊക്കെയോ ആർക്കൊക്കെ പൊള്ളുന്നു എന്നതിന് തെളിവ് മാത്രമാണ് ഇങ്ങനെയുള്ള കല്ലെറികൾ. അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വന്തം അനുഭവം തന്നെ നമ്മുടെ തൊട്ട് മുൻപിലുണ്ട്. ചൂരൽമലയിൽ സംഭവിച്ചത് എന്താണ്?
ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? തന്നത് കൂടി തിരിച്ചു വച്ചിട്ടിരിക്കുക. അവിടെയൊക്കെയാണ് ഇതുപോലുള്ള സംഗീതങ്ങൾ വഴി പ്രകടിപ്പിക്കുക. അല്ലാണ്ട് വാക്കുകൊണ്ടോ തോക്കുകൊണ്ടോ വാളുകൊണ്ടോ അല്ല, വെറും വാക്കുകൾ കൊണ്ട്. തോക്കെടുക്കാൻ പോയില്ല, അല്ലെങ്കിൽ ഭീകരവാദത്തിന് പോയില്ല, പകരം വാക്കുകൾ കൊണ്ട് തന്റെ വേദനകൾ, താൻ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെ തന്റെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി സ്ട്രെസ് വേണം, കുറച്ചുകൂടി ജാതീയമാക്കണം. അവിടെ ആ വാക്കുകളല്ല വേണ്ടത്. പകരം അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കല്ലെറിയാതിരിക്കെങ്കിലും വേണ്ടത്. നിങ്ങൾ ജാതി തുപ്പുമ്പോൾ, നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ അവൻ സത്യം തുപ്പുന്നു. നിങ്ങൾ വിദ്വേഷം പറ്റുമ്പോൾ അവൻ അത് സ്നേഹം കൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് അവരുടെ വികാരങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. Finally, your voice got drowned only by our one Veden. അടി, അതെ, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ചിന്താഗതിയും ഒരേ ഒരു വേടന്റെ പേനാത്തുമ്പിൽ മുങ്ങി താഴ്ന്നു പോയി. ഇത് എല്ലാവർക്കുമുള്ളൊരു മറുപടിയാണ്. എയറിൽ നിന്ന് പതുക്കെ താഴെ വന്നു കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞിരുന്ന് ആലോചിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ജനി, നീ കാണാത്ത ഒരു മനുഷ്യൻ കൂടി ഉണ്ട്. അങ്ങേർക്കുള്ള മറുപടി ഞങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ കൊടുത്തോളൂ. അസൂയയാണ് ഈ പൂനൂലിട്ട വർഗത്തിനോട്. അങ്ങനെ തന്നെയാണോ, അതോ പടക്കം പൊട്ടുന്നതിനോടുള്ള അസൂയാണോ എന്ന് കണ്ടറിയേണ്ടത്. വടിയിൽ വൻ തിരക്കുണ്ടായി. തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് അവസാനം ലാത്തി വീഴ്ച. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷവും ഇന്നത്തെ കഥയും ഇത്രയുമേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു ഹോട്ട് ടോപ്പിക്കുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് വരെ